ഹായ് ഓൾ, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പോർഷന്റെ കണ്ടിന്യൂസ് പോർഷൻസ് ആണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 4 ട്രാൻസാക്ഷൻസ് ആണ് ചെയ്തിരുന്നത്. ഡേ ബുക്കിൽ അത് കാണാൻ സാധിക്കുന്നതാണ്. ഡേ ബുക്ക് സെലക്ട് ചെയ്ത് എൻ്റർ പ്രസ് ചെയ്യുന്നു. 4 ട്രാൻസാക്ഷനിൽ 2 സെയിൽസും 2 പർച്ചേസുമാണ്. അതിൽ ഒരു സെയിൽസും ഒരു പർച്ചേസും ഇൻട്രാ സ്റ്റേറ്റ് ആയിരുന്നു, അതായത് ഒരു സംസ്ഥാനത്തിനുള്ളിൽ നടന്ന ട്രാൻസാക്ഷൻ ആയിരുന്നു. ഒരു സെയിൽസും ഒരു പർച്ചേസും ഇന്റർ സ്റ്റേറ്റ് ആണ്, അതായത് 2 സംസ്ഥാനങ്ങൾ തമ്മിൽ നടന്ന ട്രാൻസാക്ഷൻ ആയിരുന്നു. ഇതിൽ GST ആപ്ലിക്കബിൾ ആയിരുന്നു. GSTയുടെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമ്മൾ കണ്ടതാണ്. ആ GST എമൗണ്ട് കാണാനായിട്ട് എസ്കേപ്പ് അടിച്ച് ബാക്കിലോട്ട് വരികയാണ്. 2 രീതിയിൽ GST റിപ്പോർട്ട്സ് നമുക്ക് എടുക്കാവുന്നതാണ്. പ്രധാനമായും ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സിൽ GST റിപ്പോർട്ട്സ് എന്നൊരു പോർഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യുന്നു. എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ GSTR1, GSTR2, GSTR3B ഇങ്ങനെ ഗവൺമെന്റിന്റെ റൂൾ പ്രകാരമുള്ള സെക്ഷൻസ് പ്രകാരമുള്ള റിപ്പോർട്ട്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. GST റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്താണ് പ്രധാനമായി ഇത് ഉപയോഗിക്കേണ്ടി വരുന്നത്. GSTR1 സെയിൽസുമായി ബന്ധപ്പെട്ടതും GSTR2 പർച്ചേസുമായി ബന്ധപ്പെട്ടതുമാണ്. GSTR2 സെലക്ട് ചെയ്ത് നമുക്കൊന്ന് വേണം നോക്കാം. GSTR2ൽ പർച്ചേസുമായി ബന്ധപ്പെട്ട 80,001, അതായത് ഇൻപുട്ട് ടാക്സ് ആയിട്ട് 80,001 രൂപയാണ് നമുക്ക് കളക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു എസ്കേപ്പ് അടിച്ച് ബാക്കിലോട്ട് വരികയാണ്. ഇത് കൂടാതെ ബാലൻസ് ഷീറ്റിൽ നമുക്ക് ഈ GST റിപ്പോർട്ട്സ് കാണാവുന്നതാണ്. ബാലൻസ് ഷീറ്റ് സെലക്ട് ചെയ്ത് എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. ഇതിൽ ഈ കീഴിൽ നിന്ന് Alt + F1 കീ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് വ്യൂ കിട്ടും. അതിൽ കറന്റ് ലയബിലിറ്റീസിൽ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് കിടപ്പുണ്ട്. അതിൽ -5,319 5,319 രൂപ മൈനസ് ഫിഗറാണ് കിടക്കുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് കാണാനായിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്ത ട്രാൻസാക്ഷന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള GST എമൗണ്ട് ഡെബിറ്റിലും ക്രെഡിറ്റിലും കാണിച്ചിട്ടുണ്ട്. ഈ ഡെബിറ്റിൽ വരുന്ന എമൗണ്ട് പർച്ചേസുമായി ബന്ധപ്പെട്ടതാണ്, അതായത് ഇൻപുട്ട് CGST, ഇൻപുട്ട് IGST, ഇൻപുട്ട് SGST ഇവയൊക്കെയാണ് ഡെബിറ്റിൽ വന്നിരിക്കുന്നത്. ഔട്ട്പുട്ട് SGSTയും ഔട്ട്പുട്ട് CGSTയും ഔട്ട്പുട്ട് IGSTയുമാണ് ക്രെഡിറ്റിൽ വന്നിരിക്കുന്നത്. പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ പേ ചെയ്തിട്ടുള്ള എമൗണ്ടുകളാണ് ഈ ഡെബിറ്റ് സൈഡ് വന്നിരിക്കുന്നത്. അതായത് ഇൻപുട്ട് GST നമ്മൾ സപ്ലൈസിൽ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്തപ്പോൾ ആ സപ്ലൈസിന് പേ ചെയ്ത എമൗണ്ട്, ഈ സപ്ലൈസ് എന്ത് ചെയ്യും? ഈ ടാക്സ് എമൗണ്ട് ഗവൺമെന്റിലോട്ട് പേ ചെയ്യും. സത്യത്തിൽ ഈ ഒരു എമൗണ്ട് ഗവൺമെന്റിലോട്ട് അടയ്ക്കുന്നതിന് തുല്യമാണ് നമ്മൾ ഇത് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ സപ്ലൈസിന് പേ ചെയ്യുന്നത്. സപ്ലൈസ് ഈ എമൗണ്ട് അവർ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് ഗവൺമെന്റിലോട്ട് പേ ചെയ്യും. അപ്പോൾ ഇത്രയും എമൗണ്ട്, അതായത് 80,001 രൂപ നമ്മൾ നിലവിൽ ഗവൺമെന്റിലോട്ട് പേ ചെയ്തിട്ടുണ്ട്. ഇത് സപ്ലൈസിനാണ് പേ ചെയ്തതെങ്കിലും ഗവൺമെന്റിലോട്ട് അവർ അത് പേ ചെയ്യും. GST ഇനത്തിൽ 80,001 രൂപ നമ്മൾ പേ ചെയ്തു ഈ ഒരു ഇത്രയും ട്രാൻസാക്ഷന്റെ ഭാഗമായിട്ട്. ഇതിനുശേഷം ഈ ഗുഡ്സ്, അതായത് ഈ സപ്ലൈസിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്ത ഗുഡ്സ് നമ്മൾ കസ്റ്റമേഴ്സിന് വിറ്റു. കസ്റ്റമേഴ്സിന് വിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ GST ഇനത്തിൽ നമ്മൾ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത എമൗണ്ട് ആണ് ഈ തന്നിരിക്കുന്നത്. അതായത് 74,682 രൂപ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് ഇതിന്റെ സെയിൽ നടന്നപ്പോൾ നമ്മൾ കളക്ട് ചെയ്തു. ഓക്കെ, അപ്പൊ നിലവിൽ നമ്മൾ ഗവൺമെന്റിലോട്ട് അടയ്ക്കേണ്ട ടാക്സ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത് തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ ഇൻപുട്ട് GST കൂടുതലും ഔട്ട്പുട്ട് GST കുറവുമാണ്. അതായത് കസ്റ്റമേഴ്സിന്റെ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എമൗണ്ട് കുറവും, നമ്മൾ ഓൾറെഡി ഗവൺമെന്റിലോട്ട് അല്ലെങ്കിൽ സപ്ലൈസിന് ഗവൺമെന്റിലോട്ട് പേ ചെയ്തതിന് തുല്യമാണ് സപ്ലൈസിന് പേ ചെയ്യുന്നത്. ഗവൺമെന്റിലോട്ട് പേ ചെയ്തിരിക്കുന്ന എമൗണ്ട് കൂടുതലുമാണ്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? ഈ ഒരു പൊസിഷനിൽ നമ്മൾ ഗവൺമെന്റിലോട്ട് ഇനി ടാക്സ് പേ ചെയ്യേണ്ട, ഓൾറെഡി നമ്മൾ അഡ്വാൻസ് ആയിട്ട് ടാക്സ് പേ ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഫിഗറിൽ നിന്ന് 80,001 നിന്ന് 74,682 രൂപ കുറയ്ക്കുമ്പോൾ ഇൻപുട്ട് GSTയിൽ നിന്ന് ഔട്ട്പുട്ട് GST കുറയ്ക്കുമ്പോൾ നമ്മൾ അഡ്വാൻസ് ആയിട്ട് കൊടുത്ത ഫിഗറാണ് കിട്ടുന്നത്, അതായത് മൈനസ് ബാലൻസ് കിട്ടുന്നു. നേരെ തിരിച്ചായിരുന്നെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ചിന്തിക്കുക, അതായത് ഔട്ട്പുട്ട് GST കൂടുതൽ, നമ്മൾ കസ്റ്റമേഴ്സിന് സാധനങ്ങൾ വിറ്റപ്പോൾ അവരിൽ നിന്ന് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എമൗണ്ട് കൂടുതലും, GST എമൗണ്ട് കൂടുതലും, നമ്മൾ നമ്മുടെ സപ്ലൈസിന് പേ ചെയ്തിരിക്കുന്ന എമൗണ്ട് കുറവുമായിരുന്നെങ്കിൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ, അതായത് ഔട്ട്പുട്ട് GST 80,001 ഇൻപുട്ട് GST 74,682 ആണെങ്കിൽ ഈ പറയുന്ന 5,000 സംതിങ് രൂപ നമ്മൾ ഗവൺമെന്റിലോട്ട് പേ ചെയ്യേണ്ടതാണ്, നമുക്ക് ബാധ്യതയാണ്. ഓക്കെ, ഇത് നേരെ ഓപ്പോസിറ്റ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഗവൺമെന്റിലോട്ട് അഡ്വാൻസ് ആയിട്ട് എമൗണ്ട് പേ ചെയ്തിരിക്കുന്നു, അത് നമുക്ക് അസറ്റ് ആണ്. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കുക. ഈ ഒരു കമ്പാരിസന്റെ ബേസിലാണ് നമ്മൾ ടാക്സ് പേ ചെയ്യേണ്ടത്. ഈ എമൗണ്ട് GST റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ഈ എമൗണ്ട് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അതായത് GST റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ കൃത്യമായി എത്ര രൂപ നമ്മൾ ഇൻപുട്ട് ടാക്സ് ആയിട്ട് പേ ചെയ്തിട്ടുണ്ട്, എത്ര രൂപ ടാക്സ് ഇനത്തിൽ കസ്റ്റമേഴ്സിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്, ഇവ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇവിടെ ഇൻപുട്ട് ടാക്സ് കൂടുതലും ഔട്ട്പുട്ട് ടാക്സ് കുറവാണ്. അതായത് നമ്മൾ സപ്ലൈസിന് പേ ചെയ്തിരിക്കുന്ന ടാക്സ് കൂടുതലും കസ്റ്റമേഴ്സിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്ന ടാക്സ് കുറവുമാണ്. അതുകൊണ്ട് തന്നെ ഈ സിറ്റുവേഷനിൽ ടാക്സ് അതോറിറ്റിക്ക് നമ്മൾ പൈസ പേ ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ എമൗണ്ട് അഡ്വാൻസ് ആയിട്ട് അവിടെ പേ ചെയ്തിട്ടുണ്ട്. ഇവിടെ റീഫണ്ടബിൾ ആണ്, നമുക്ക് ഗവൺമെന്റിന് ഇങ്ങോട്ട് പൈസ കിട്ടാനുണ്ട്. ഓക്കെ, നമ്മുടെ അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഇങ്ങനെ ടാക്സ് എമൗണ്ട് കൂടുതലായിട്ട് ഗവൺമെന്റ് അടയ്ക്കുമ്പോൾ അതിനെ പറയുന്ന പേരാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. അത് ഓർത്തിരിക്കുക, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്നാണ് ഈ ഒരു സിറ്റുവേഷൻ പറയുന്നത്. എന്നാൽ നേരെ ഓപ്പോസിറ്റ് വരുമ്പോൾ, അതായത് ഔട്ട്പുട്ട് ടാക്സ് കൂടുതലും കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടാക്സ് എമൗണ്ട് കൂടുതലും, നമ്മൾ സപ്ലൈസിന് ഇൻപുട്ട് ടാക്സ് ആയിട്ട് പേ ചെയ്തിരിക്കുന്ന എമൗണ്ട് കുറവാണ് എങ്കിൽ നമ്മൾ ഗവൺമെന്റിലോട്ട് ടാക്സ് പേ ചെയ്യുന്നുണ്ട്. ടാക്സ് പേയബിൾ ആണ്, അത് ബാധ്യതയാണ്. നേരെ ഓപ്പോസിറ്റ് ആണ് അപ്പോൾ വരുന്നത്. അതായത് ഈ ഫിയർ ഇപ്പുറത്തും ഫിയർ ഇപ്പുറത്തും വരും. ഔട്ട്പുട്ട് ടാക്സിന്റെ എമൗണ്ട് സപ്പോസ് 80,000 ആണെന്ന് വിചാരിക്കുക,
ഇൻപുട്ട് ടാക്സിന് എമൗണ്ട് 74,000 ആണെങ്കിൽ നമ്മൾ 5,000 സംതിങ് രൂപ ഗവൺമെന്റിലോട്ട് പേ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ രീതിയിലാണ് ഗവൺമെന്റിലോട്ട് ടാക്സ് പേ ചെയ്യേണ്ട എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എല്ലാ മാസവും അവസാനം കൃത്യമായിട്ടുള്ള ഈ എമൗണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ടാലിയിൽ സെറ്റ് ഓഫ് എൻട്രീസ് ഇടാറുണ്ട്. സെറ്റ് ഓഫ് എന്ന് വെച്ചാൽ ഇപ്പം ഇവിടെ ഇൻപുട്ട് CGST അറ്റ് 9% 7,884 രൂപയുണ്ട്. അതേപോലെ തന്നെ ഔട്ട്പുട്ട് CGST ഉണ്ട് 27,405 രൂപ. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? 27,405 രൂപ ഔട്ട്പുട്ട് CGST കൂടി നിൽക്കുന്നു. കസ്റ്റമേഴ്സിന്റെ നിന്ന് കളക്ട് ചെയ്ത് കൂടുതലാണ്. എന്നാൽ ഇത് പേ ചെയ്തിരിക്കുന്ന 7,384 രൂപയുള്ളൂ. അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. അപ്പൊ സെറ്റ് ഓഫ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? 27,000 സംതിങ് രൂപ നമ്മൾ ഓൾറെഡി കളക്ട് ചെയ്തിരിക്കുന്നു. നമ്മൾ 7,000 സംതിങ് രൂപ പേ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ഈ CGSTയുടെ ഭാഗമായിട്ട് പേ ചെയ്യേണ്ട ടാക്സ് എമൗണ്ട് 20,000 സംതിങ് രൂപയാണ് പേ ചെയ്യേണ്ടത്. ഓക്കെ, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റ് ഓഫ് ചെയ്യണം. അപ്പൊ ഈ ഒരു സെറ്റ് ഓഫ് എങ്ങനെ വരണമെന്ന് പ്രസന്റേഷൻ സഹായത്തോടെ മനസ്സിലാക്കാവുന്നതാണ്. ഈ ഒരു പ്രസന്റേഷനിൽ പറയുന്നത് ഇത് ഇൻപുട്ട് IGST എന്ന് വിചാരിക്കുക, ഇത് ഇൻപുട്ട് CGST എന്ന് വിചാരിക്കുക, ഇത് ഇൻപുട്ട് SGST എന്ന് വിചാരിക്കുക, ഇത് UTGST എന്ന് പറഞ്ഞാൽ യൂണിയൻ ടെറിട്ടറി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. അപ്പൊ ഇതിന്റെ എമൗണ്ട്, അതായത് ഇൻപുട്ട് IGSTയുടെ എമൗണ്ട് സെറ്റ് ഓഫ് ചെയ്യുന്നത് നമ്മൾ ഔട്ട്പുട്ട് IGSTയുടെ എമൗണ്ടോടെ സെറ്റ് ഓഫ് ചെയ്യാം, ഔട്ട്പുട്ട് CGSTയുടെ എമൗണ്ടോടെ സെറ്റ് ഓഫ് ചെയ്യാം, ഔട്ട്പുട്ട് SGSTയുടെ എമൗണ്ടോടെ സെറ്റ് ഓഫ് ചെയ്യാം, ഔട്ട്പുട്ട് UTGSTയുടെ എമൗണ്ടോടെ സെറ്റ് ഓഫ് ചെയ്യാം. ഈ IGSTയുടെ പ്രത്യേകത അതാണ്. ഈ പറയുന്ന ഏത് ടാക്സുമായിട്ട് നമുക്ക് ആ എമൗണ്ട് സെറ്റ് ഓഫ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ക്രെഡിറ്റ് ഓഫ് CGST, ഇപ്പൊ ഇത് ഇൻപുട്ട് CGST ആണെന്ന് വിചാരിക്കുക. ഈ CGST എമൗണ്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുന്നത് CGST ഔട്ട്പുട്ടിനോട് മാത്രമാണ്, അല്ലെങ്കിൽ ഔട്ട്പുട്ട് CGSTയോടും ഔട്ട്പുട്ട് IGSTയോടും മാത്രമാണ്. ഔട്ട്പുട്ട് CGSTയോടും ഔട്ട്പുട്ട് IGSTയോടും മാത്രമേ ഇൻപുട്ട് CGST സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. SGST അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിന്റെ കേസ് എടുക്കുമ്പോൾ അത് ഔട്ട്പുട്ട് SGSTയോടും ഔട്ട്പുട്ട് IGSTയോടും മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, അതായത് ഇൻപുട്ട് SGST സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കുന്നത് ഔട്ട്പുട്ട് SGSTയോടും ഔട്ട്പുട്ട് IGSTയോടും മാത്രമാണ്. ഇനി UTGST ആണ്, യൂണിയൻ ടെറിട്ടറി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. അതിന്റെ ഇൻപുട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുന്നത് ഔട്ട്പുട്ട് UTGSTയോടും ഔട്ട്പുട്ട് IGSTയോടുമാണ്. ഓക്കെ, അപ്പം നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത് ഏത് ടാക്സ് എമൗണ്ട് സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് നമുക്ക് IGST യൂസ് ചെയ്യാം. IGST എല്ലാത്തിനകത്തും ഉണ്ട്. എല്ലാ ടാക്സും നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് IGST യൂസ് ചെയ്യാം. അപ്പൊ ഇവിടെ ഇൻപുട്ട് CGST ഉണ്ട് 9%. അപ്പൊ ഇത് സെറ്റ് ഓഫ് ചെയ്യുന്നത് നമ്മൾ ഔട്ട്പുട്ട് CGSTയോട് സെറ്റ് ഓഫ് ചെയ്യാം, അതേപോലെ തന്നെ ഔട്ട്പുട്ട് IGSTയോട് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. രണ്ട് ഫിഗറുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാം. അപ്പൊ ഇവിടെ CGST 27,405 ഔട്ട്പുട്ട് IGST 19,872 അതേപോലെ തന്നെ ഇൻപുട്ട് IGSTയുടെ കേസിൽ 65,232 ഇൻപുട്ട് ആയിട്ടുള്ളത്, പേ ചെയ്തിട്ടുള്ളത്. ഇത് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കും നമുക്ക് ഏത് ഫിഗറിനോട് വേണമെങ്കിലും സെറ്റ് ഓഫ് ചെയ്യാം. അതായത് ഏത് ടാക്സിനോട്, ഏത് ഔട്ട്പുട്ടിനോട് വേണമെങ്കിലും, അത് SGST ആകട്ടെ, CGST ആകട്ടെ, IGST ആകട്ടെ, ഏതിനോട് വേണമെങ്കിലും നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഈ അക്കൗണ്ടിനെല്ലാം ക്രെഡിറ്റ് ബാലൻസ് ആണ്. അതായത് ഔട്ട്പുട്ട് GST അക്കൗണ്ടുകൾക്കെല്ലാം ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഇവിടെ ഔട്ട്പുട്ട് GST ആണ് കുറവ്, ഇൻപുട്ട് GST കൂടുതലാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ക്രെഡിറ്റ് ബാലൻസ് ഉള്ള എല്ലാ അക്കൗണ്ടുകളും ജേണലിൽ ഡെബിറ്റ് ചെയ്യുക. അതിനുശേഷം ഡെബിറ്റ് ബാലൻസ് ഉള്ള GST അക്കൗണ്ടുകളെല്ലാം ക്രെഡിറ്റ് ചെയ്യണം. ഓപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇത് സെറ്റ് ഓഫ് ആയി മാറും. അതായത് ഈ ഫിഗറിൽ നിന്ന് ഈ ഫിഗർ കുറയ്ക്കുന്ന ഒരു എഫക്റ്റ് ആയിരിക്കും ആ സമയത്ത് ഉണ്ടാകുന്നത്. നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ അതിന് വേണ്ടി എസ്കേപ്പ് അടിച്ച് ബാക്കിലോട്ട് വരികയാണ്. ഇവിടുന്ന് വൗച്ചേഴ്സ് എടുക്കുന്നു, എന്റർ കീ പ്രസ് ചെയ്യുന്നു. നമ്മളിത് F7 ജേണൽ വൗച്ചറിലാണ് ചെയ്യേണ്ടത്. F7 കീ പ്രസ് ചെയ്യുന്നു. ആദ്യം ചെയ്യേണ്ടത് ഔട്ട്പുട്ട് IGST എടുക്കുകയാണ്. ഔട്ട്പുട്ട് IGST ആയിട്ട് 18%. എന്റർ കീ പ്രസ് ചെയ്യുമ്പോൾ 19,872 രൂപയാണ് ഔട്ട്പുട്ട് IGST ആയിട്ട് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു IGSTയുടെ കേസിൽ IGST ആയിട്ട് തന്നെ സെറ്റ് ഓഫ് ചെയ്യാം. ഇൻപുട്ട് IGST ആയിട്ട്, ഇൻപുട്ട് CGST ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാം, ഇൻപുട്ട് SGST ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാം, ഇൻപുട്ട് UTGST ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാം. അപ്പൊ ഇവിടെ ഇതിന്റെ ഫിഗർ ഇത് തന്നെ അടിക്കുകയാണ്. 19,872 19,872 എന്റർ കീ പ്രസ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ക്രെഡിറ്റ് വരേണ്ടത് ഇൻപുട്ട് IGST കൊടുക്കാം, അല്ലെങ്കിൽ ഇൻപുട്ട് SGSTയോ CGST കൊടുക്കാം. ഞാനിവിടെ IGST കൊടുക്കുകയാണ്. ഓക്കെ, എന്റർ കീ പ്രസ് ചെയ്യുന്നു. സെറ്റ് ഓഫ് ആയി. ഇതിനുശേഷം അടുത്ത നമ്മൾ സെറ്റ് ഓഫ് ചെയ്യേണ്ടത് ഔട്ട്പുട്ട് CGST ആണ്. CGST സെലക്ട് ചെയ്യുമ്പോൾ 27,405 രൂപയാണുള്ളത്. അപ്പൊ ഇവിടെ CGST സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു ഒന്നെങ്കിൽ CGST ഔട്ട്പുട്ട് CGST സെറ്റ് ചെയ്യുന്നത് ഇൻപുട്ട് CGSTയോട് കൂടിയോ ഇൻപുട്ട് IGSTയോട് കൂടിയോ. ഓക്കെ, അപ്പൊ ഇവിടെ ചെയ്യേണ്ടത് ഫിഗർ 27,405 ആണ്. എന്റർ കീ പ്രസ് ചെയ്യുന്നു. ഇൻപുട്ട് IGST തന്നെ സെലക്ട് ചെയ്യാണ്. എന്റർ കീ പ്രസ് ചെയ്യുന്നു. അപ്പൊ ഇനി 17,000 സംതിങ് രൂപയേ ഉള്ളൂ ഇൻപുട്ട് IGST ആയിട്ട്, അതിന്റെ ബാലൻസ് ആയിട്ട്. എന്റർ കീ പ്രസ് ചെയ്യുന്നു. അടുത്ത ട്രാൻസാക്ഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിലവിൽ ഇനി IGSTയുടെ, അതായത് ഇൻപുട്ട് IGSTയുടെ ബാലൻസ് എത്ര നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. എസ്കേപ്പ് അടിച്ച് ബാക്കിലോട്ട് വരികയാണ്. ഇവിടുന്ന് ബാലൻസ് ഷീറ്റ് എടുക്കുന്നു, എന്റർ കീ പ്രസ് ചെയ്യുന്നു, Alt + F1. അതിൽ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് സെലക്ട് ചെയ്യുന്നു. ഇൻപുട്ട് IGST നമുക്ക് ഇനിയുള്ളത് 17,955 രൂപയാണ്. ഓക്കെ, എസ്കേപ്പ് അടിച്ച് ബാക്കിലോട്ട് വരികയാണ്.
വൗച്ചേഴ്സ് എടുക്കുന്നു. ഇനി നമ്മൾ സെറ്റ് ഓഫ് ചെയ്യാനുള്ളത് SGST ആണ്. ഔട്ട്പുട്ട് SGST. അപ്പോൾ ഇവിടെ 27,405 രൂപയുണ്ട്. ഓക്കെ, എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് കാര്യങ്ങൾ ഉപയോഗിക്കാം. SGSTയുടെ കേസിൽ SGST ഉപയോഗിക്കാം, IGST ഉപയോഗിക്കാം. IGSTയുടെ കേസിൽ, അതായത് ഇൻപുട്ട് IGSTയുടെ കേസിൽ 17,955 ഇനി ബാലൻസ് ഉള്ളത്. എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. കണ്ടോ, ഇപ്പോൾ ഇൻപുട്ട് GST പ്രത്യേകിച്ച് ഇനി ഒന്നുമില്ല, എല്ലാം ബാലൻസും തീർന്നിട്ടുണ്ട്. അത് സെറ്റ് ഓഫ് ആയി തീർന്നു. ഇനി നമുക്കുള്ളത് SGST ആണ്. ഈ സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി SGST സെലക്ട് ചെയ്യുന്നു. ഇനി 2,605 രൂപ ഇനിയും ബാലൻസ് കിടപ്പുണ്ട്, അഡ്വാൻസ് ആയിട്ട് പേ ചെയ്തത്. എൻ്റർ കീ പ്രസ് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. അപ്പോൾ എല്ലാ സെറ്റ് ഓഫ് എൻട്രി നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എസ്കേപ്പ് അടിച്ച് ബാക്കിലോട്ട് വരിക. ഇവിടെ ബാലൻസ് ഷീറ്റ് സെലക്ട് ചെയ്യുന്നു, എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. ഇവിടുന്ന് Alt+F1 പ്രസ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ലഭിക്കും. 5,319 രൂപയാണ് ഇപ്പോഴും അതിനകത്ത് അഡ്വാൻസ് ആയിട്ട് കാണിക്കുന്നത്. എൻ്റർ കീ പ്രസ് ചെയ്യുക. മുമ്പേ കണ്ടിരുന്ന ഔട്ട്പുട്ട് IGST, CGST, SGST ഇതെല്ലാം സെറ്റ് ഓഫ് ആയി. അതുകൂടാതെ IGST, ഇൻപുട്ട് IGSTയും സെറ്റ് ഓഫ് ആയത്. പൂർണ്ണമായിട്ട് നമ്മൾ ആ എമൗണ്ട് സെറ്റ് ഓഫ് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ എമൗണ്ട് ഇവിടെ കാണുന്നില്ല. അപ്പോൾ ഇവിടെ 7,384 രൂപ സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഇനത്തിൽ നമ്മൾ പേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം SGSTയിൽ ഇവിടെ ഒരു ക്രെഡിറ്റ് ബാലൻസ് ആണ് കാണിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്നാൽ നമുക്ക് ചെക്ക് ചെയ്യാം. എൻ്റർ കീ പ്രസ് ചെയ്യുക. എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ സിറ്റി മൊബൈൽ ട്രേഡിംഗിൽ നിന്ന് നമുക്ക് ആ പർച്ചേസ് നടന്നപ്പോൾ കളക്ട് ചെയ്തിരിക്കുന്ന SGST എന്ന് പറഞ്ഞാൽ 7,384 രൂപയാണ്. എന്നാൽ നമ്മൾ സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന എമൗണ്ട് 9,450 രൂപയാണ്. കണ്ടോ, ഇവിടെ 9,450 രൂപ. അപ്പോൾ അധികമായിട്ടാണ് 2,065 രൂപ നമ്മൾ സെറ്റ് ഓഫിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അത് ക്രെഡിറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഡെബിറ്റും ക്രെഡിറ്റും തമ്മിലുള്ള വ്യത്യാസമാണ് ഈ കാണിച്ചിരിക്കുന്ന 5,319 രൂപ. 5,319 രൂപ ഇപ്പം നിലവിൽ ഗവൺമെന്റിലോട്ട് എക്സ്ട്രാ പേ ചെയ്തിരിക്കുന്ന റീഫണ്ടബിൾ ആണ് ആ എമൗണ്ട്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പിന്നീട് ഇത് കഴിഞ്ഞുള്ള മാസങ്ങളിൽ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ സെറ്റ് ഓഫ് എൻട്രി ഇട്ടതിന് ശേഷമുള്ള മാസങ്ങളിൽ പിന്നെയും പർച്ചേസും സെയിൽസും ഒക്കെ നടക്കും. നമ്മൾ ടാക്സ് കളക്ട് ചെയ്യും, ടാക്സ് പേ ചെയ്യും. അപ്പോൾ ടാക്സ് കളക്ട് ചെയ്യുന്ന എമൗണ്ടുമായിട്ട് ഈ എമൗണ്ട് സെറ്റ് ഓഫ് ചെയ്ത് നമുക്ക് ആ ഒരു ബാലൻസ് ഇല്ലാതാക്കാവുന്നതാണ്. ഓക്കെ, ഇതാണ് സെറ്റ് ഓഫ് എൻട്രി. അപ്പോൾ ഇത് എല്ലാ മാസവും അവസാനം സാധാരണ സ്ഥാപനങ്ങളിൽ ചെയ്യണമെന്നാണ്. ഇപ്പൊ നിലവിൽ സെറ്റ് ഓഫ് ചെയ്തിരിക്കുന്ന ഒരു അക്കൗണ്ടിലും ബാലൻസുകളില്ല, ടാക്സ് കളക്ട് ചെയ്തതായിട്ട് കാണിക്കുന്നില്ല. നിലവിലുള്ള ഈ രണ്ട് ടാക്സ് എമൗണ്ട് മാത്രമാണ് അഡ്വാൻസ് ആയിട്ട് കാണിക്കുന്നത്. ബാക്കിയെല്ലാം സെറ്റ് ഓഫ് ആക്കിയിട്ടുണ്ട്. പിന്നീട് പുതിയ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ അതിനകത്ത് പിന്നെയും പുതിയ ആ ഒരു മാസത്തെ ഫിഗർ നമുക്ക് ലഭിക്കുന്നതാണ്. സെറ്റ് ഓഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. അതായത് നമ്മൾ ഇങ്ങനെ സെറ്റ് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ പിന്നീട് ഫ്രഷ് ആയിട്ട് അടുത്ത മാസത്തെ പ്രോബ്ലം നമ്മൾ ചെയ്യുമ്പോൾ ആ അടുത്ത മാസത്തെ ഫിഗറും സെപ്പറേറ്റ് ആയിട്ട് അതിനകത്ത് കയറുന്നതാണ്. നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ മാസത്തെ ട്രാൻസാക്ഷൻസിന്റെ ടാക്സ് എമൗണ്ട് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. എല്ലാവരും ഈ വീഡിയോ ശ്രദ്ധാപൂർവ്വം കണ്ട് ഇതിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.